ഹായ് ഫ്രണ്ട്സ്, ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. കൊൽക്കട്ടയിലെ ഒരു ഡോക്ടറിനെ, അതും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ 4ാമത്തെ ഫ്ലോറിൽ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടുപിടിച്ചു. അത് കൊൽക്കട്ടയിൽ ഭയങ്കര ന്യൂസായിട്ടുണ്ട്. കൊൽക്കട്ടയിൽ മാത്രമല്ല, മൊത്തത്തിലുള്ള ഡോക്ടേഴ്സായിട്ടുള്ള ഇന്ത്യയിലുള്ള എല്ലാവരും അതിനെതിരെ സമരവും, നമ്മുടെ കേരളത്തിന് വേണ്ടി ഇപ്പം ഡോക്ടേഴ്സൊക്കെ സമരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് സേഫ് അല്ല, അതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു റൂമിന്, സെമിനാർ ഹാളിൽ വെച്ചാണ് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടുപിടിച്ചത്. ആ സമയത്ത് അവിടെ ഒരു ബ്ലൂടൂത്ത് കണ്ടെത്തിയിരുന്നു. അത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സഞ്ജയ് റോയ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ കണ്ടുപിടിച്ചിരുന്നു. പുള്ളിക്കാരനുണ്ടെങ്കിൽ ഒരു പോലീസിൻ്റെ ഈ ഒരു സിവിക് കാൻഡിഡേറ്റ് ആയിട്ടുള്ളതായിരുന്നു സഞ്ജയ് റോയ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് കണ്ടുപിടിച്ചത്. അപ്പം ആ സമയത്ത് ഇദ്ദേഹം ചെയ്തു, ഇതിനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് പോലീസ് അത് ചെയ്തെങ്കിൽ പോലും അതിനുശേഷം ഓട്ടോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് മനസ്സിലായത് അതൊരു ഗ്യാങ് റേപ്പായിരുന്നു. ഒറ്റയ്ക്കൊന്നും അല്ലായിരുന്നു, ഗ്യാങ് ആയിട്ടുള്ള റേപ്പായിരുന്നു. സോ എന്നിട്ട് പോലും ഇനി എത്ര പേരാണെന്ന് ചോദിച്ചിട്ട് പോലും അയാളൊന്നും പറയുന്നൊന്നുമില്ല. മീഡിയക്കാരൊക്കെ ചോദിക്കുമ്പോഴത്തേന് എന്നെ അങ്ങ് തൂക്കിക്കൊന്നോ രീതിയിൽ ഭയങ്കര ഒരുമാതിരി ആക്കിയുള്ള സംസാരവും ഒക്കെ ആയിരുന്നു. ആ സമയത്ത് പോലും നമ്മുടെ എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം എന്താണ് ഇങ്ങനെ ഡോക്ടേഴ്സ് ഇതൊന്നും സേഫല്ല. ഡോക്ടേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഇന്ത്യയിൽ സേഫ് അല്ലയോ എന്ന് പറഞ്ഞാണ് എല്ലാവരും സംസാരിച്ച ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ നടക്കുവാണെന്ന് പറയുമ്പോഴത്തേന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന് മാത്രം സേഫ് അല്ലാതായോ എന്ന് പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ ഭയങ്കരമായിട്ട് നടന്ന് അതിന് കൂടെ തന്നെ ഇപ്പോഴത്തേന് ഒരാൾ മാത്രമല്ല, ഇത്ര പേരുണ്ട്, അവരെ കണ്ടുപിടിക്കണം. ഇത് ഒന്നും ഭയങ്കരമായിട്ട് മൂവ് ആവുന്നതോ ഒന്നും നടക്കുന്നില്ല. ഇതിനെതിരെ എല്ലാവരും, ജനങ്ങളെല്ലാം ഡോക്ടേഴ്സ് എല്ലാവരും സമരം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മെയിനായിട്ട് ഒരു തോന്നിക്കുന്ന കാര്യം, ഇപ്പം എല്ലാവരും പറയുന്നത് ഡൽഹിയിലെ ഒരു കേസാണ്. അവിടെ സ്ത്രീയുടെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിനുശേഷം ഇപ്പോൾ ഇതും ഇങ്ങനെ ഒരു വലിയൊരു ഷോക്കായിട്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് സ്ത്രീകൾ ഇവിടെ സേഫ് അല്ലയോ എന്നൊരു കാര്യമാണ്. ഇപ്പം ഈ ഒരു പിടിച്ചേക്കുന്ന ആളുടെ പേര് സഞ്ജയ് റോയ് എന്നാണ്. ആ പുള്ളിക്കാരൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ആദ്യം വന്ന് കല്യാണം കഴിച്ചിരുന്നു. ആ സമയത്ത് ഭാര്യ ഭയങ്കരമായിട്ട് അടിക്കുകയോ ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അധികം നിന്നില്ല, അടുത്തൊരു കല്യാണം കഴിച്ചു. അതും ഇതേ കണക്ക് ശരിയായില്ല. പിന്നെ ഒരു കല്യാണം കഴിച്ചു, അതും ഇതേ കണക്കൊക്കെ പ്രശ്നങ്ങളാകും. അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ പിന്നെ ഒരു കല്യാണം കഴിച്ച് മൊത്തം 4 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അടുത്ത ഈ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരുത്തർ ഇവിടെ ജീവിച്ചിട്ട് ഇങ്ങനെ ഓരോ ക്രൂരത ചെയ്ത്, എന്നിട്ട് ഇവനൊന്നും പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോ കുറച്ചും കൂടി ബെറ്റർ ആവണം, കുറച്ചും കൂടെ സേഫ് ആവണം. പക്ഷേ ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓരോരുത്തർ ഇതിന് നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഓരോരോ ദിവസം നടക്കുന്ന ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. സേഫായിട്ട് ഒരു പെൺകുട്ടിക്ക് രാത്രി ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിങ്ങനെ നടക്കുമെന്ന് ആലോചിച്ച് നോക്കുക. വെളിയിലെങ്ങാനോ ആണെങ്കിൽ വളരെ മോശമായിട്ടൊരു കാര്യം ഇപ്പം. സോ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഇതാണ്. ഇതുവരെ ബാക്കിയുള്ളവരെയൊന്നും കിട്ടിയിട്ടില്ല, കസ്റ്റഡി വെച്ചേക്കുവാണ്. അതിൻ്റെ കേസ് നടക്കുന്നതിനെതിരെ ഭയങ്കരമായിട്ട് കൊൽക്കട്ടയിലും അല്ലാതെ വ്യാപകമായിട്ടുള്ള ഡോക്ടർമാരുടെ സമരം ഭയങ്കര പേഷ്യൻസിനെ ഒന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലാതെ ഉള്ള ഒരു സമരമാണ്. സോ ഇതുവരെ ഇത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത്, നിങ്ങളിതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതാണത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.